അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായ യേശുപ്പൻ്റെ നാമത്തിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇന്ന് ഞങ്ങളിവിടെ എൻ്റെ പേര് ഡോണ. ഞങ്ങൾ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ഇതെൻ്റെ മമ്മിയാണ്. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 നവംബർ 18 എൻ്റെ മമ്മിയാണ് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾ ഒരു വലിയൊരു ജേണി തന്നെയാണ് ഈ ഒരു 1 ഇയർ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഓരോ അനുഗ്രഹങ്ങൾ പറഞ്ഞാലും തീരാത്തത്തോളമാണ്. എൻ്റെ അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രത്തോളം നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത് വരെ ഒത്തിരി നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദികൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് എൻ്റെ സാക്ഷ്യം. ആദ്യമായിട്ട് മമ്മിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളിവിടെ വരുന്നത് മമ്മിയുടെ അനിയത്തി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് മമ്മിയുടെ അനിയത്തി വഴിയാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഫസ്റ്റ് വരുന്ന സമയത്ത് ഉടമ്പടി എടുക്കണമെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ വന്നത്. പക്ഷേ മാതാവ് തന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന പോലെ മമ്മിയെ ആരോ ഫോഴ്സ് ചെയ്ത് ഉടമ്പടി എടുക്കുന്ന പോലെ മമ്മി തന്നെ സ്വയമായിട്ടെല്ലാം ചെയ്യുകയും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്തു, മേളിൽ പോയി ടോക്കൺ എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തു. എല്ലാ കാര്യങ്ങളും മാതാവ് മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അന്ന് തൊട്ട് ഉടമ്പടി ഞങ്ങൾ പിറ്റേന്ന് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആദ്യമൊക്കെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് ഞാൻ പങ്കിടുന്നില്ലായിരുന്നു. മമ്മിയായിരുന്നു പ്രാർത്ഥനയും കാര്യങ്ങളും അരമണിക്കൂറത്തെ ബൈബിൾ വായനയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിവിടെ നിന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു. എൻ്റെ പപ്പ വിദേശത്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അവിടെ ഒത്തിരിയധികം കടബാധയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. പപ്പ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരികയും അതിനെ തുടർന്ന് ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല ഒരു സഹായത്തിന്, ഫിനാൻഷ്യലി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. റിലേറ്റീവ്സ് ആയിട്ട് ഫ്രണ്ട്സ് ആവട്ടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ഒരു ഇൻകവും കിട്ടാത്തൊരവസ്ഥയായപ്പോഴത്തേക്കും പപ്പയുടെ ലോണുകളും കാര്യങ്ങളും ഒക്കെ മുടങ്ങി. പിന്നെ അവിടുത്തെ ബാങ്കിൻ്റെ ലോണുകളും ഒത്തിരി പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം മുടങ്ങിയ സമയത്ത് ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു പപ്പയ്ക്ക്. പിന്നെ എനിക്കും ഫിനാൻഷ്യലി എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിക്കുന്ന സമയം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഫിനാൻഷ്യലി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഉള്ളത് പിന്നെ ആകെ കൂടെ ഞങ്ങൾക്ക് പപ്പയുടെ ഇൻകം കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിലി റൺ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടെ ഞങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഈവൻ ഞങ്ങൾ ഒരു സൂയിസൈഡ് എന്നുള്ളൊരു വക്കിൽ വരെ എത്തിയിട്ടാണ് മാതാവ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന് പിന്നെ പടിപടിയായിട്ട് ഞങ്ങളെ ഉയർത്തുമായിരുന്നു. അതുവരെ ബാങ്കിൽ നിന്ന് നിരന്തരമായി ഞങ്ങളെ ശല്യപ്പെടുത്തുമായിരുന്നു പപ്പയുടെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഒരാളോ ഒരു കോള് പോലും വന്നിട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളെ മാതാവ് പൊതിഞ്ഞ് പിടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മെയിൻ നിയോഗം എന്ന് പറയുന്നത് ഇവിടെ വന്ന് വെച്ചതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയും ഞങ്ങളുടെ വീടും വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വിറ്റാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളായിരുന്നു. ഞങ്ങളുടെ കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണമെന്നുണ്ടെങ്കിലും ലോണുകളൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി സെയിൽ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു. അങ്ങനെ പ്രോപ്പർട്ടി സെയിൽ ഉടമ്പടി എടുത്ത സമയത്തും കുറേ ആൾക്കാർ ഫസ്റ്റ് ഉടമ്പടിയുടെ സമയത്ത് പക്ഷേ ഞങ്ങൾ കാര്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യപ്രവൃത്തിയോ ഒന്നും ചെയ്യാനുള്ള സാഹചര്യം അല്ലായിരുന്നു ഞങ്ങൾക്ക്. ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര പുറമോട്ട് നിന്നൊരു സ്റ്റേജായിരുന്നു. പക്ഷേ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ വീട് കാണാനും പ്രോപ്പർട്ടി കാണാനും ഒക്കെ ഒത്തിരി പേര് വരുമായിരുന്നു. പക്ഷേ ആരും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തരത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി പുതുക്കാറായ സമയത്ത് മമ്മി ഇവിടെ വന്ന് പുതുക്കി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഉടമ്പടി അതുപോലൊക്കെ തന്നെ പോയി. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് കുറേ കാരുണ്യ പ്രവൃത്തികളും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടുതലായി ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുങ്ങി ആ ഉടമ്പടിയിൽ പങ്കുകൊള്ളാൻ തുടങ്ങി. പക്ഷേ ആ ഉടമ്പടിയിലും ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ മമ്മി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് അച്ഛനെ വന്ന് ഇവിടെ കണ്ടു.
ആൾത്തറയിൽ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛനൊരു കാശുരൂപം കൊടുക്കുകയും ആ കാശുരൂപം ഞങ്ങളുടെ വീടിൻ്റെ സെൻറ്ററിൽ കുഴിച്ചിട്ടതിന് ശേഷം ഒരു 12 ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിന് എഗ്രിമെൻ്റ് ആയി. അതുവരെ എന്ത് തടസ്സമാണോ എന്തെന്നറിയില്ല, ആ തടസ്സങ്ങളെല്ലാം നീങ്ങി. അതുപോലെ ഞങ്ങളുടെ പ്രോപ്പർട്ടി സെയിലായാലും 1 മന്തിനുള്ളിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതും സെയിലായി. അത് ആക്ച്വലി ലോണിലായിരുന്നു ഇരുന്നത്. അങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ എഗ്രിമെൻറ്റും ആയി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ ഡിസംബർ 2 ഞങ്ങളുടെ പ്രോപ്പർട്ടി സെയിൽ നടന്നു. ഇപ്പം ഞങ്ങളുടെ കംപ്ലീറ്റ് മൊത്തം കടിബാധ്യതകളും ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി സെയിലോടെ തീർന്നു. പക്ഷേ പപ്പയ്ക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പപ്പയ്ക്കൊരു ഇൻകം ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ചെറിയ രീതിയിൽ പപ്പയ്ക്കൊരു ഇൻകം വന്നായിരുന്നു. പക്ഷെ അതും ഇതുവരെ ഒന്നും സ്റ്റേബിൾ ആയിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന മാതാവ് ഇനിയും പപ്പയെ നടത്തും എന്നുള്ളതിൽ. അതുപോലെ തന്നെ പിന്നെ എൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ പഠിത്തം, എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു മമ്മി നിയോഗം വെച്ചത്. ആദ്യത്തെ ഉടമ്പടി ഞങ്ങൾ പാലിക്കാത്തതുകൊണ്ട് തന്നെ ഒത്തിരി തടസ്സമായിരുന്നു. പിന്നെ ഞാനും പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഉടമ്പടിയിലൊന്നും ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മമ്മി പുതുക്കിയ സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. കാരണം എനിക്ക് മനസ്സിൽ നിന്നൊരു തോന്നൽ വന്നു, ഞാൻ തന്നെ ഉടമ്പടി എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എല്ലാം നടക്കൂ എന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് മാർച്ച് 8, 2023 ഉടമ്പടി എടുത്തത്. അത് ഉടമ്പടി എടുത്തു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫങ്ഷണലായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണമോ അതുപോലെ തന്നെ ദൈവസ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. അരമണിക്കൂർ ബൈബിൾ വായിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും, പത്രം കൊണ്ട് കൊടുക്കും, ഫുഡ് കൊണ്ട് കൊടുക്കും, ഇങ്ങനെ രോഗികളെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകും. അതുപോലെ പത്രം കൊടുത്ത് തീരുമ്പോൾ പത്രം ഇവിടെ വന്ന് വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് എല്ലാ രോഗികൾക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്യുമെങ്കിലും ഫസ്റ്റ് ഉടമ്പടിയിൽ എനിക്ക് ഫുൾ റിജക്ഷൻസ് ആയിരുന്നു വന്നത്. എൻ്റെ ഹയർ സ്റ്റഡീസിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ എടുത്ത ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സ്കോപ്പില്ലാത്ത ഡിഗ്രി ആയിരുന്നു. എടുത്ത സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായി ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ലീപ്പ് എടുക്കണമെന്ന് തോന്നിയ സമയത്താണ് ഞാൻ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് നോക്കിയത്. അങ്ങനെ ഞാൻ ഐൽസ് എഴുതിയ സമയത്താണ് ഞാൻ മമ്മി ഇവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കാശ് രൂപമൊക്കെ കൊണ്ടാണ് ഞാൻ പോയി ഐൽസ് എഴുതിയത്. അങ്ങനെ എനിക്ക് നല്ല സ്കോർ തന്ന എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതുവഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ കൺട്രീസിന് പ്രോസസ്സിങ് ചെയ്തു. പല കൺട്രീസിന് വെച്ചെങ്കിലും ഫുൾ റിജക്ഷൻ ആയിരുന്നു. ആദ്യം കാനഡയ്ക്ക് വെച്ചു, കാനഡയിൽ റിജക്ഷൻ ആയിരുന്നു. പിന്നെ പല കൺട്രീസ് നോക്കി, UK, അതുപോലെ അയർലൻഡ് എല്ലാം നോക്കി ഫുൾ റിജക്ഷൻ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു കാർഡിയക് റിലേറ്റഡ് കോഴ്സാണ്. അപ്പോൾ കാർഡിയക് റിലേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റ് ചെയ്തൊരു പി ജി എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. പല ഏജൻസീസും ഇത് കാരണം എനിക്കൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പി ജി റിലേറ്റഡ് കോഴ്സ് തരാൻ അവർക്ക് ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പല ഏജൻസീനെ ഞാൻ ഇത് സംബന്ധമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി തീരാറായ സമയത്ത് എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതും അയർലൻഡിലുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു കോഴ്സായിരുന്നു. റെയർ ആയിട്ടുള്ള കോഴ്സാണെങ്കിലും അത്യാവശ്യം തിരക്കിയപ്പോൾ നല്ല സ്കോപ്പൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ്സ് നടത്തി. ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഫുൾ തടസ്സങ്ങളായിരുന്നു. ഈ ഉടമ്പടി ഞാൻ എടുക്കാൻ കാരണം തന്നെ ഈ തടസ്സങ്ങൾ കൊണ്ടായിരുന്നു. എനിക്ക് എന്ത് കാര്യത്തിന് ഞാൻ മുന്നോട്ട് ഇറങ്ങിയാലും എനിക്ക് ഫുൾ തടസ്സങ്ങളായിരുന്നു. എൻ്റെ ഏത് ചെറിയൊരു പേപ്പർ വർക്കിൻ്റെ കാര്യത്തിനായാലും എവിടെ പോയാലും ഫുൾ തടസ്സങ്ങളാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ തടസ്സങ്ങളൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത സമയത്തും ഇങ്ങനെ ഫുൾ മാതാവ് എനിക്ക് ഓരോ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഉടമ്പടി തീരാറായപ്പോൾ ഓഫർ ലെറ്റർ വന്നു. ഓഫറിൽ ഞാൻ ഡെപ്പോസിറ്റ് പേ ചെയ്തു. ഡെപ്പോസിറ്റ് പേ ചെയ്തതിന് ശേഷം പിന്നെയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോണിന് മൂവ് ചെയ്യണം. ലോണിന് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ സ്കോർ നോക്കിയിട്ടാണ് അവർ ലോൺ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ലോണ് ബാങ്കിൽ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ റിജക്ഷൻസ് ആയിരുന്നു. ഒരു 2-3 അല്ല ഒരു 5-6 ബാങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. അവരെല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്തു.
അപ്പോൾ ആ പ്രതീക്ഷയും പോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സെയിലിൽ കൂടെ നമുക്ക് എമൗണ്ട് കണ്ടെത്താമെന്നുള്ളതായിരുന്നു. ആക്ച്വലി ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇതിനുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പുറത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയി പഠിച്ച് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. കാരണം ഞാൻ ഒറ്റ മോളാണ്. അതുപോലെ ഞാൻ മുന്നോട്ടിറങ്ങി എൻ്റെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നോട് പറയുന്നുണ്ട് നിനക്ക് സാധിക്കും എന്നുള്ളൊരു ഉള്ളിൽ നിന്നൊരു എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. ആരും എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ലോൺ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പ്രോപ്പർട്ടി സെയിലിന് വേണ്ടിയാണ് അച്ഛനെ കണ്ടത് ഇവിടെ വന്ന്. അങ്ങനെ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കാശ് രൂപം വെച്ച് പ്രോപ്പർട്ടി സെയിൽ നടന്നു. എഗ്രിമെൻ്റ് എഴുതി. പക്ഷേ എഗ്രിമെൻ്റ് വെച്ചിട്ടൊന്നും നമുക്ക് ആ എമൗണ്ട് ഒന്നും കൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ അവർക്ക് വേണം. ഫണ്ടിൻ്റെ രീതിയിലാണെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ഒരു 10 lakhsോളം കാണിക്കണം. അതിന് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും ITRും കാര്യങ്ങളും ഇൻകം സർട്ടിഫിക്കറ്റും എല്ലാം വേണം. നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കാൻ നമുക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ ഒത്തിരി തടസ്സങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഇതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ അടച്ച ഡെപ്പോസിറ്റ് ഒരു $50,000 ഒരു 46,000ഓളം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ആ കൂടെ എൻ്റെ പ്രതീക്ഷയെല്ലാം തകർന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഒരു ഉടമ്പടി കഴിഞ്ഞു, രണ്ടാമത്തെ ഉടമ്പടിയും തീരാറായി, എന്നിട്ടും എൻ്റെ കാര്യങ്ങളിലൊന്നും ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊന്ന് ജസ്റ്റ് ഒരു സെൽഫ് അനാലിസിസ് ചെയ്തത്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത്. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനൊരു വചനം എടുത്തു. അങ്ങനെ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് ഐഷയ 43:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അതിനകത്തുകൂടെ എനിക്ക് ദൈവം എന്നോട് പറഞ്ഞത്, പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ആ ഒരു വചനം കേട്ടപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു കരുതൽ എനിക്ക് തോന്നി. അങ്ങനെ പുതിയതായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നെന്നുള്ളൊരു തോന്നൽ വന്നു. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, നീ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യേ, നീ നിൻ്റെ മെറിറ്റിൽ വിശ്വസിക്കാതെ നീ കംപ്ലീറ്റായി സറണ്ടർ ചെയ്യാനുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ആരോ ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു. എൻ്റെ മാതാവിന് അത്രയും കാലം ഞാൻ ഒരു 50% എൻ്റെ മെറിറ്റിലാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം മെറിറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം മാർക്കുള്ള ഒരാളാണ്. അക്കാഡമിക്കലി ഞാൻ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ അതിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. മെറിറ്റിൽ നിന്ന് ഞാൻ മാറി ഗ്രേസിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഫുള്ളി ഞാൻ സറണ്ടർ ചെയ്തു. അതിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ട് എൻ്റെ ഇപ്പോൾ ഈ വിസ കിട്ടി ഞാനിങ്ങനെ നിൽക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഏജൻസി മാറ്റി വേറെ ഏജൻസിയിൽ കൊടുത്തു. റീഫണ്ടിന് ചോദിച്ചപ്പോൾ റീഫണ്ട് കിട്ടിയില്ല, ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ്. അങ്ങനെ ഞാൻ വേറൊരു ഏജൻസി വഴി ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്തു. അങ്ങനെ അവരെ നോക്കി അവർ ആക്ച്വലി ഒരു എജുഫെയർ പോലെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. അങ്ങനെ എന്നോട് പറഞ്ഞു അവിടെ വന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞു അതിൽ. അങ്ങനെ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനൊരു ഡെലിഗേറ്റിനെ കണ്ടു. അത് ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റിനെയാണ് ഞാൻ കണ്ടത് അവിടെ വെച്ച്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു കോഴ്സുണ്ട്, അതും APS സർട്ടിഫിക്കേഷനും ഒന്നും ഇല്ലാത്ത കോഴ്സാണ്. അപ്പം നിനക്ക് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും, പെട്ടെന്ന് തന്നെ വിസ കിട്ടും. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇത് മാതാവായിട്ട് തരുന്നതാണോ? കാരണം ഞാൻ ഇതിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എല്ലാം അമ്മയുടെ കയ്യിൽ സമർപ്പിക്കുകയാണ്, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മയായിട്ട് തന്നെ എനിക്കൊരു കോഴ്സും അതുപോലെ തന്നെ അമ്മയായിട്ട് എനിക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റിയും അതുപോലെ നല്ലൊരു ഇൻടേക്കും നല്ലൊരു കൺട്രിയും തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ വെച്ച് എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നു, നല്ലൊരു കോഴ്സ്, അതും എനിക്ക് ആപ്റ്റായിട്ട് എൻ്റെ പ്രൊഫഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു PG കോഴ്സ് തന്നെ എനിക്ക് കിട്ടി. അതുപോലെ നല്ലൊരു യൂണിവേഴ്സിറ്റി, അതും APS ഇല്ലാതെ തന്നെ എനിക്ക് പോവാം. APS എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഒരു 3 to 6 months എങ്കിലും അറ്റ്ലീസ്റ്റ് അതിനെടുക്കും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി ഫൈനലി വെരിഫൈ ചെയ്ത് കിട്ടാൻ. അപ്പോൾ അത്രയും ടൈം നമ്മുടെ കയ്യിലില്ല. പിന്നെ വീട്ടിൽ നിന്നും എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, കാരണം ഓൾറെഡി ഒരു 46,000 കളഞ്ഞിട്ട് ഞാൻ നിൽക്കുവാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഉറപ്പുള്ളൊരു കാര്യത്തിന് മാത്രമേ പോവാവൂ. കാരണം APS കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
പറ്റത്തില്ല. അപ്പം ഇതിന് APS വേണ്ട, അതുപോലെ ഫീസും ഞാൻ ഇത്രയും നാൾ വെച്ച് എല്ലാ യൂണിവേഴ്സിറ്റിയിൽ കമ്പയർ ചെയ്യുമ്പോഴും വളരെയധികം കുറവ് ഫീസാണ് ഈ യൂണിവേഴ്സിറ്റിക്കുള്ളത്. അത് നല്ലൊരു കോഴ്സാണ്, സ്കോപ്പുള്ള കോഴ്സാണ്. അപ്പം ഞാൻ മാതാവായിട്ട് തന്നെയാണ് ഞാനത് വിശ്വസിച്ചു. കാരണം നല്ല കോഴ്സ്, നല്ലൊരു ഇൻടേക്ക്, നല്ലൊരു കൺട്രി. പക്ഷെ പിന്നെ എൻ്റെ മുന്നിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നത് ജർമ്മനി എന്നുള്ളൊരു കൺട്രി ആയിരുന്നു. ജർമ്മനിയാണ് എനിക്ക് കിട്ടിയ കൺട്രി. അവിടെ ലാംഗ്വേജ് മസ്റ്റായിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം ലാംഗ്വേജ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളൊരു ഫാക്ടർ കൊണ്ടാണ് നേരത്തെ ഞാൻ ഈ കൺട്രിയെക്കുറിച്ച് ചിന്തിക്കായിരുന്നു. എനിക്കൊരു ധൈര്യമില്ലായിരുന്നു. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുക, അവിടെ പോയി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും എനിക്കത് ചിന്തിക്കാൻ പറ്റാത്തൊരു ഫാക്ടറായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ഉള്ളിൽ നിന്ന് മാതാവ് എനിക്ക് ഒരു ധൈര്യം തന്നു. നിന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു ധൈര്യം എനിക്ക് മാതാവ് തന്നു. അതിന് ശേഷം ഞാൻ അതിന് എന്നെ മൂവ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. വീട്ടിൽ ചോദിച്ചപ്പോഴും അവർക്കെല്ലാം സമ്മതമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ആപ്ലിക്കേഷൻ വെച്ച് ഒരു മൺഡേ ആണ് വെച്ചത്. ഒരു ട്യൂസ്ഡേ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അതും കറക്റ്റ് ട്യൂസ്ഡേ ഞാനൊരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഇതുപോലെ മാതാവിൻ്റെ പ്രത്യക്ഷണം വരുന്ന സമയത്തായിരുന്നു ഓഫർ ലെറ്റർ വന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഒരു സീൽ അതിലുണ്ട്. കാരണം ഞാൻ ചോദിച്ചായിരുന്നു, ഇനി ഇതിനെ റിലേറ്റ് ചെയ്ത് എന്ത് വന്നാലും അമ്മയുടെ ഒരു സീൽ അതിലെനിക്ക് കാണണം. അത് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ആ സീൽ അതിൽ വേണമെന്ന് ഞാൻ ഉറപ്പായിട്ട് അമ്മയോട് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആ ഫസ്റ്റ് സീലായിട്ട് ആ ചൊവ്വാഴ്ച ഞാൻ ആ സാക്ഷ്യം കേട്ട സമയത്ത് എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അന്നേരം മാതാവ് വരുന്ന സമയത്തുള്ള മണി ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ വന്ന് തന്നതാണെന്ന്. നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കണ്ടീഷൻ മീറ്റ് ചെയ്തപ്പോൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അത് പക്ഷേ മാതാവായിട്ട് വന്ന് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടുമായിരുന്നു. ഞാൻ ഇങ്ങനെ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സ്പെഷ്യൽ പ്രെയറിന് വേണ്ടിയിട്ട് ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അത് മുല്ലപ്പൂവിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്മെല്ല് കിട്ടിയപ്പോൾ എനിക്ക് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എൻ്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ മമ്മിക്ക് ഒരു രീതിയിലുള്ള സ്മെല്ല് മമ്മിക്ക് വന്നില്ല. പക്ഷേ എനിക്ക് ആ സ്മെല്ല് വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ എനിക്ക് മാത്രം കിട്ടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 2-3 സെക്കൻഡ്സിനുള്ളിൽ എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു, മെയിൽ വന്നു, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ മാതാവ് അങ്ങനെ അൺകണ്ടീഷണൽ ഓഫർ തന്ന് എനിക്ക് അടുത്ത ഇൻഡിക്കേഷൻ തന്നു. ഇത് മാതാവായിട്ട് തരുന്നതാണ്. മാതാവ് പ്രസൻസിലൂടെ വന്ന് എന്നെ അറിയിച്ചു. അതായിരുന്നു രണ്ടാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ഒരു 1 മന്തോളം അത് കഴിഞ്ഞ് ഞാൻ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ ഒരു 1 മന്തോളം അത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നതായി അടുത്ത വിഷയം. വിസയ്ക്ക് ഡേറ്റ് എടുക്കുക എന്ന് പറയുന്നത് VFSൽ നമുക്ക് APS ഇല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ഡേറ്റ് കിട്ടത്തില്ല. അപ്പം ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു ഡേറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. കാരണം 1 ഇയറായി വാലിഡിറ്റി അയൽസിന് വാലിഡിറ്റി 2 ഇയേഴ്സാണ് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും. പക്ഷേ ജർമ്മൻ്റെ പുതിയ റൂൾ അനുസരിച്ച് 1 ഇയർ വാലിഡിറ്റി കഴിഞ്ഞാൽ ഉടനെ അവർ പുതിയ അയൽസ് എടുക്കണം. ഞാൻ ഓൾമോസ്റ്റ് 1 ഇയറായി. ഡിസംബർ 30, 2022 ഞാൻ എൻ്റെ ഫസ്റ്റ് അയൽസിൻ്റെ റിസൾട്ട് എനിക്ക് വന്നത്. അപ്പോൾ ഞാനത് 1 ഇയർ ഈ ഡിസംബർ 30 ആകുമ്പോഴത്തേക്കും 1 ഇയർ കംപ്ലീറ്റ് ആവും. അതിന് മുന്നേ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടി വിസയ്ക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അയൽസ് എഴുതേണ്ടി വരും. അതൊന്നുകൂടെ നല്ല പൈസയാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ര എഫോർട്ട് എടുത്ത് പഠിച്ചെഴുതുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം ഞാനങ്ങനെ അപ്പം വീട്ടിലൊക്കെ കുറച്ച് എല്ലാവരും ഒന്ന് ഡൗൺ ആയി. ഇനി എന്ത് ചെയ്യും, ഡേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ ഈ ഡിസംബർ 30-ാം തീയതിക്കുള്ളിൽ എനിക്ക് വിസ തന്ന് അനുഗ്രഹിക്കണം. അതിന് മുന്നേ എനിക്കൊരു ഡേറ്റ് VFSന് ഫിക്സ് ചെയ്ത് കിട്ടണം എന്നൊക്കെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. അതിനുശേഷം എനിക്ക് 30-ാം തീയതി നവംബർ 3 എനിക്ക് ഡേറ്റ് കിട്ടി. ഇത് ഒക്ടോബറിലാണ് ഇത് സംഭവം നടക്കുന്നത്. അതിന് മുന്നേ തന്നെ അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടി. അത് ആക്ച്വലി ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ കൊന്തു ചൊല്ലി എന്നും പ്രാർത്ഥിക്കുന്നതായിരുന്നു എനിക്കും അമ്മയ്ക്കും അതിൽ വന്ന് പങ്കെടുക്കണമെന്നുള്ളത്. അത് ആക്ച്വലി കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അന്ന് എനിക്ക് സുഖമില്ലായിരുന്നു, മമ്മിക്കും സുഖമില്ലായിരുന്നു. പക്ഷെ അമ്മയോട് ഞാൻ അന്നേരം പറഞ്ഞു, അമ്മയെ ഇനി പരീക്ഷിക്കരുത്,
ലാസ്റ്റ് മൂമെൻ്റാണ് അമ്മ എന്നെ കൈവിടരുത്, ഞങ്ങളെ അതിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും, തലേന്ന് ഭയങ്കര ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ഫിസിക്കലി ഞങ്ങൾ ഒട്ടും ശരിയല്ലായിരുന്നു ഞങ്ങളുടെ ഹെൽത്ത്. പക്ഷെ എന്നിട്ടും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഫുള്ളി ഓക്കെ ആയി. ഞങ്ങൾ അതിൽ കൊണ്ടുപോയി മാതാവ്, അതിൽ വിശുദ്ധിയോടെ ഞങ്ങൾക്ക് അത് പങ്കെടുക്കാൻ സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബാംഗ്ലൂരിൽ VFSൽ പോയി. VFSൽ പോകുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു, അമ്മേ ഇത് അമ്മയുടെ കയ്യിലാണ് ഞാൻ എൻ്റെ ഫയലും കാര്യങ്ങളും എല്ലാം ഏൽപ്പിക്കുന്നത്, അമ്മയാണ് എൻ്റെ വിസ ഓഫീസർ, എനിക്ക് വേറെ ആരെയും അറിഞ്ഞുകൂടാ, വേറെ ആരെയും ഞാൻ വിശ്വസിക്കുന്നില്ല, അമ്മയുടെ കയ്യിലാണ് ഞാൻ എല്ലാം ഏൽപ്പിക്കുന്നത്, അതോടെ അമ്മ തന്നെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ കൈ കൊടുത്തു ഫയല്. അങ്ങനെ ആ ഫയലുമായിട്ട് ഞാൻ VFSൽ പോയി 3-ാം തീയതി. ഞങ്ങൾ ബൈ റോഡാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഞങ്ങൾ ബൈ റോഡ് തമിഴ്നാട് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അത്ര ഓൾമോസ്റ്റ് ഒരു 500 to 600 കിലോമീറ്റേഴ്സ് ഞങ്ങൾ ട്രാവൽ ചെയ്തു റോഡിൽ, ലൈക്ക് ബൈ കാർ. പപ്പയും ഞാനും ഉണ്ടായിരുന്നുള്ളൂ മാറിയും തിരിഞ്ഞും ഓടിക്കാനായിട്ട്. പക്ഷേ ഞങ്ങളെ സേഫായിട്ട് ഒരു ചെറിയ പോറൽ പോലെ ഏൽക്കാതെ അമ്മ ഞങ്ങളെ നടത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അത് അവിടെ ചെന്നത് മാത്രമല്ല, പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും, ഞങ്ങളുടെ അക്കോമഡേഷൻ ഉൾപ്പെടെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഞാനിങ്ങനെ പറഞ്ഞു, മമ്മി ഇവിടെ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. കാരണം VFSൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ തന്നെ ഞങ്ങൾക്ക് റൂം ഒരുക്കി തന്നു അമ്മ. അങ്ങനെ ഞങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങളും അമ്മ ഏറ്റെടുത്തു. അങ്ങനെ VFSൽ പോയി. പിറ്റേന്ന് ഞാൻ പത്രമായിട്ട് അവിടുന്ന് പോയത്. ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അനുഗ്രഹം മേടിച്ചായിരുന്നു പോകുന്നതിന് മുന്നേ. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് പത്രം വാങ്ങിയായിരുന്നു, കുറച്ച് തമിഴ് പത്രവും കന്നഡ പത്രവും. അങ്ങനെ അതുമായിട്ട് ഞാൻ VFSൽ ചെന്നു. VFSലുള്ളവർക്കെല്ലാം ഞാൻ കന്നഡ പത്രം കൊടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ തമിഴ് പത്രം കൊടുത്തായിരുന്നു, കാരണം തമിഴ്നാട് ബോർഡർ വഴിയാണ് പോയത്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ VFSൽ കയറി. ഞാൻ കുറച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കയറുന്നിടത്ത് ജസ്റ്റ് ആരും കാണാത്തൊരു ഏരിയയിൽ കൊണ്ടിട്ടായിരുന്നു. അകത്ത് കയറി. എൻ്റെ കയ്യിൽ ഈ കാശ് രൂപമുണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ ആസ്തി. ഇത് രണ്ടുമായിട്ടാണ് ഞാൻ കയറി ഓരോ കൗണ്ടറിൻ്റെ അവിടെ ചെല്ലുമ്പോഴും ഞാൻ ഈ കൊന്ത ചൊല്ലിയിരിക്കുക. അതുപോലെ ഫസ്റ്റ് കൗണ്ടർ ചെന്നു, വെരിഫിക്കേഷൻ എല്ലാം ചെയ്തു. അവരെന്നെ സെക്കൻഡ് കൗണ്ടറിലേക്ക് വിട്ടു. ടോക്കൺ തന്നു, സെക്കൻഡ് കൗണ്ടറിലേക്ക് വിട്ടു. ഓക്കെ, സെക്കൻഡ് കൗണ്ടറിൽ ചെന്നു. അങ്ങനെ സെക്കൻഡ് കൗണ്ടറിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിലൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ, ഈ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊരു അവസ്ഥയായിപ്പോയി. മാതാവെ, ഞാൻ അമ്മയിലല്ലേ ഏൽപ്പിച്ചത്, ഇത്രയും ദൂരം വന്നു, ഇത്രയും കാശ് മുടക്കി ഞങ്ങൾ വന്നിട്ട് വെറുതെ പോകേണ്ട അവസ്ഥ വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. ഉടനെ തന്നെ ഏതോ ഒരു ഹയർ ഒഫീഷ്യലാണെന്ന് തോന്നുന്നു, ആരാന്നൊന്നും എനിക്കറിയില്ല. അന്നേരം തന്നെ അവർക്കൊരു കോള് വന്നു. ഇവർ സംസാരിച്ചു. പെട്ടെന്ന് തന്നെ അവർ എൻ്റെ ഫയൽ ഒരു കയ്യിലെടുത്തു. അവർ ഫയലാക്കി വെരിഫൈ ചെയ്തു, എൻ്റർ ചെയ്തു. അങ്ങനെ എന്നെ ബയോമെട്രിക്സിന് വിട്ടു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അമ്മ നടത്തി. അന്ന് തന്നെ ഞങ്ങൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു മാതാവിൻ്റെ, ശിവാജി നഗറിൽ. അവിടെ പോയി പ്രാർത്ഥിച്ചു. അവിടെയും പത്രങ്ങളെല്ലാം കൊടുത്തു. ഞങ്ങൾ മടങ്ങി വന്നു. ഒരു പ്രശ്നവും വന്നില്ല. ആ പോകുന്ന വഴിയിലെല്ലാം അമ്മയുടെ ഒരു പ്രസൻസ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മേഘത്തിലൂടെ നിങ്ങളെ വഴികാട്ടി ആയിട്ട് ദൈവം നടത്തുമെന്ന് പറഞ്ഞ പോലെ മേഘത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ പ്രസൻസ്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞാൻ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ഒരു വീക്കിൽ എനിക്ക്, അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ എനിക്കിത് ഗിഫ്റ്റായിട്ട് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യക്ഷീകരണത്തിന് അന്ന് പ്രാർത്ഥിച്ചു. അന്ന് പക്ഷേ വന്നില്ല. അപ്പോൾ പപ്പയൊന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കി, നീ പറഞ്ഞിട്ട് നിൻ്റെ മാതാവ് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ആ വീക്ക് തന്നെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. ലൈക്ക് എനിക്ക് മെസ്സേജ് വന്നു, സ്റ്റാമ്പ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മുടെ കൈ കിട്ടിയാലേ അറിയുള്ളൂ. മെസ്സേജ് വന്നു VFSന്ന്, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ അതിന് മുന്നേ ഞാനിങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, മാതാവ് തന്നെ വന്ന് നമുക്ക് വിസ തരുമെന്നുള്ളത്. അങ്ങനെ അതിൻ്റെ തലേന്ന്, ഈ മെസ്സേജ് വരുന്നതിൻ്റെ തലേന്ന് അമ്മയായിട്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആക്ച്വലി ഒരു അവശയായൊരു സ്ത്രീ അവരുടെ മോളുമായിട്ടാണ് വന്നത്. അപ്പോൾ അവരവരുടെ മോളുടെ കൈയും പിടിച്ച് മോൾക്ക് എന്തോ സഹായം കൊടുക്കണം, അവരുടെ മോളുടെ കല്യാണമാണ്, അതിന് സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ വന്നത്. അങ്ങനെ അമ്മയും മോളും വന്നു. അമ്മയും മോളെ അവർ വന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് അവരെ കണ്ടില്ല. അപ്പം മമ്മി അവർക്ക് പൈസ കൊടുത്ത് അവരെ വിട്ടു. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ വിൻഡോയ്ക്കുള്ളിലൂടെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ അമ്മയുടെ രൂപത്തിലെ ഒരു സ്ത്രീയെ ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ അവരെ തിരികെ വിളിച്ചു. അവരോട് പറഞ്ഞെങ്കിൽ വരാൻ പറഞ്ഞു. എവിടെ നിന്ന് വരുന്നത് എന്തുവാന്നൊക്കെ ചോദിച്ചപ്പോൾ വിൻഡോ വഴിയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അവരെ തിരിച്ചു വിളിച്ചു. ഞാൻ അവർക്ക് അവരോട് ചോദിച്ചു ഫുഡ് കഴിച്ചു എന്ന്. അവർ പറഞ്ഞു ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫുഡ് എടുത്ത് ഞാൻ അവർക്ക് കൊടുത്തു. വീട്ടിലുണ്ടായിരുന്ന എന്തോ ആണോ അത് തന്നെ ഞാൻ കൊടുത്തിട്ട് പക്ഷേ എനിക്കെന്തോ അവരെ കാണുമ്പോൾ എന്തോ ഒരു ചൈതന്യം, മാതാവിനെ കാണുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കൊരു കരച്ചിൽ വരുമായിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ. ലൈക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, അമ്മയായിട്ട് നിൽക്കുവാണെന്നുള്ള, അവരെന്നെ അനുഗ്രഹിച്ചാണ് അവർ പോയത്. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ എനിക്ക് മെസ്സേജ് വന്നു. അങ്ങനെ 2-3 ഡേയ്സിനുള്ളിൽ എനിക്ക് ലൈക്ക് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് എൻ്റെ ഏജൻസിന്നാണ് എന്നെ വിളിക്കുന്നത്. അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി വാങ്ങി വിസ അടിച്ച് കിട്ടിയ പാസ്പോർട്ടുമായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഇത്രയും തടസ്സത്തിൽ നിന്നും, അത് പറഞ്ഞാൽ ഒന്നും അല്ലാത്ത എന്നെ ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയത്തില്ല അത് എങ്ങനെ അതിന് നന്ദി പറയണമെന്നുള്ളത്. പിന്നെ ഞാൻ ഈ ഉടമ്പടി കാലത്ത് കൊന്ത ചൊല്ലാൻ പഠിച്ചായിരുന്നു. കാരണം ആദ്യം കൊന്ത ഞാനൊരു ഓർണമെൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കാരണം ബേസിക്കലി ഞങ്ങൾ മർത്തമൈറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കൊന്തയെക്കുറിച്ചോ അങ്ങനെയുള്ള ചൊല്ലുകളെക്കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ പഠിച്ചു, യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് കൊന്തയുടെ രഹസ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിച്ചു. പിന്നെ ഇവിടുന്ന് പുസ്തകം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം നോക്കി പഠിച്ചു. ഇപ്പോൾ എല്ലാ രഹസ്യങ്ങളും ഞാൻ പഠിച്ചു. ഓരോ ദിവസവും ഞാൻ കൊന്ത ചൊല്ലും. അരമണിക്കൂറല്ല, 1 മണിക്കൂറിൽ കൂടുതലിരുന്നാണ് ഞാൻ കൊന്ത ചൊല്ലുന്നത്. ദൈവം എന്നോട് ഡയറക്റ്റ് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രസൻസ് എൻ്റെ ചുറ്റിനും എന്നെ പൊതിഞ്ഞ് പിടിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ കൊന്ത ചൊല്ലുന്ന സമയത്ത്. ഒരു പവർഫുൾ വെപ്പണാണ് നമ്മുടെ കയ്യിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറയുന്നത് ഞാൻ പത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാർട്ടെന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനവുമാണ്, അല്ലെങ്കിൽ കാരുണ്യ പ്രവൃത്തിയാണ്. എനിക്ക് ഈ ഉടമ്പടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനും മറ്റുള്ളവരിലെ ദൈവത്തെ കാണാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയെ അമ്മയാണ് ഈ തളർന്ന വഴിയിലൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ രോഗികളെ കണ്ട് ഞാൻ അവർക്ക് തൈലമൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്, ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന രോഗികളാണെങ്കിൽ. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പത്രം തികയാതൊക്കെ വരുമ്പോൾ എൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ കൊടുത്ത് തീർക്കും പത്രങ്ങളെല്ലാം. പിന്നെ ബാക്കി അവർക്ക് ലൈക്ക് എന്തെങ്കിലും അവരിൽ എത്തിച്ചു കൊടുക്കണമല്ലോ, മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനയും എത്തിക്കണം. അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എക്സ്ട്രാ എവിടെന്നെങ്കിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പത്രങ്ങൾ വെറുതെ ഇട്ടേക്കുന്ന കാണാം ബണ്ടിൽ കണക്കിന്. അതൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഓരോരുത്തരുടെ അടുത്തും ഞാൻ തന്നെ എടുത്ത് കൊടുക്കാറുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് ഞാനിത് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഞാനതെടുത്ത് കൊടുക്കാറുണ്ട്. അതിലൂടെയൊക്കെ എനിക്ക് കുറച്ചുകൂടെ ആഴത്തിൽ വളരാനാണ് സാധിച്ചത്. ദൈവത്തെ എല്ലാവർക്കും കൊടുക്കാനും, അതുപോലെ ഒരാളൊരു പ്രശ്നമായിട്ട് എൻ്റെ അടുക്കൽ വന്നാൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏക സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൃപാസനമാണ്. നിങ്ങൾ കൃപാസനത്തിൽ ഇപ്പോൾ ഒരു ഉടമ്പടി എടുക്കുക എന്നൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പപ്പയുടെ കസിന് ക്യാൻസർ ആയിരുന്നു. പുള്ളിക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്തും അല്ലാതെയൊക്കെ പേഴ്സണൽ പ്രെയറൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ക്യാൻഡിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് കംപ്ലീറ്റ്ലി ക്യൂറായി. അതുപോലെ തന്നെ മമ്മിയുടെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളൊരു ദിവസം ട്രിപ്പിന് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നതാണ് പുള്ളിക്കാരൻ. പക്ഷേ ആ സമയത്ത് പുള്ളിക്കാരൻ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി. അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. പക്ഷേ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ പറഞ്ഞു കിട്ടത്തില്ല, എല്ലാവരെയും അറിയിച്ചോളാനൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു ½ ആൻ അവറിനുള്ളിൽ പുള്ളിക്കാരനെ ICUവിന് ഷിഫ്റ്റ് ചെയ്തു വാർഡിലേക്ക്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ, 1 അല്ല 2 അല്ല, ഈ ജീവിതം തന്നെ മുഴുവൻ ദൈവത്തിന് കൊടുത്താലും തീരാത്തടത്തോളം അനുഗ്രഹമാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഇത്രത്തോളം ഞങ്ങളെ നടത്തിയതിന്. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനമാണ്. വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങളുമായിട്ട് ഈ അൾത്താരയിൽ ഓരോ മക്കളും സാക്ഷ്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ മക്കൾ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കിനി പറഞ്ഞു കൊടുക്കുവാൻ, ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ഏക ആശ്രയം കൃപാസനത്തിലേക്ക് വരിക, അമ്മയുടെ അടുത്ത് വന്ന് ഈശോയോട് ഉടമ്പടി ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കൃപകൾ നേടുക. അതാണ് ഈ മകൾ അവസാനമായി പറയുന്നത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുവാനാണ്. അതിലൂടെ ഈശോയെ പങ്കുവയ്ക്കുവാൻ, തൻ്റെ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് കിട്ടിയ കൃപകൾ, ഒരിക്കലും വിൽക്കാതെ കിടന്ന സ്ഥലമൊക്കെ വിറ്റ് പോകുന്നതും, തനിക്ക് 1 വർഷമായിട്ട് വിദേശത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈ മകളെടുത്ത കോഴ്സൊന്നും അതിന് യോജിച്ചതല്ലായിരുന്നു.
അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്, പല രാജ്യങ്ങളിൽ നോക്കുന്നു, എങ്ങും നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ല. പിന്നീട് എങ്ങനെയാണ് ഈ മകൾ തന്നെ വന്ന്, ആദ്യം അമ്മയാണ് ഉടമ്പടി എടുക്കുക, പിന്നീട് ഈ മകൾ തന്നെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയൊക്കെയാണ് തിരുവചനം പറയുന്നത് പോലെ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഉടമ്പടി എടുത്ത ഓരോ മക്കളും ഇതുപോലെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ തിരുവചന ഭാഗമാണ് അന്വർത്ഥമാകുന്നത്. വ്യത്യസ്തമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാകുക. ഇന്ന് ജപമാലയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരിയേറെ സമയമെടുക്കുന്നു. ജപമാല പ്രാർത്ഥിച്ച് പരിചയമില്ല, എന്നാൽ അതൊക്കെ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ ഒരു ലാഭമായിട്ട് തന്നെ, അതായത് നേട്ടം തന്നെയാണതെല്ലാം എന്നാണ് പറയുക. തൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ചയെ ഒത്തിരിയേറെ ആഗ്രഹിച്ച് ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ പോകും എന്ന് തീരുമാനമെടുത്ത് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.